വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സ്ലൈസിങ്ങിനെ പറ്റി പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ലിസ്റ്റ് സ്ലൈസിങ് എന്താണെന്ന് നമുക്ക് ക്രമേണ മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. EX1 എന്ന് പറഞ്ഞൊരു ലിസ്റ്റുണ്ട്. 10, 20, -3.4, 4.5 ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഏത് എലിമെൻറ്റിനെ വേണമെങ്കിലും ഈ രീതിയിൽ ആക്സസ് ചെയ്യാം. അത് നമ്മൾ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറ്റും? EX1 വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് ഇൻഡെക്സ് കൊടുക്കാം. 0 എന്ന് കൊടുക്കാം. 0 എന്ന് കൊടുത്താൽ 0th ഇൻഡെക്സിലുള്ള എലിമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 1 കൊടുത്താൽ ഇൻഡെക്സ് നമ്പർ 1ലുള്ള എലിമെൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പോയിൻ്റ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഡെക്സ് ഓഫ് എ ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0th എലിമെൻറ്റ്, ഇൻഡെക്സ് 0യിലുള്ള എലിമെൻറ്റ്. ഇത് ഇൻഡെക്സ് 1ലുള്ള എലിമെൻറ്റാണ്. ഇത് ഇൻഡെക്സ് 2യിലുള്ള എലിമെൻറ്റാണ്. ഇത് ഇൻഡെക്സ് 3യിലുള്ള എലിമെൻറ്റാണ്. പിന്നെ എലിമെൻറ്റ്സ് ഓഫ് എ ലിസ്റ്റ് ക്യാൻ ബി ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ് ആൻഡ് ഈവൻ അനദർ ലിസ്റ്റ്. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒരു സ്ട്രിങ് കൂടെ വരാം. ഇതിനകത്ത് വേറെ ലിസ്റ്റ് കൂടെ വരാം. ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ. എന്നുവെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു എലിമെൻ്റ് എടുത്ത്, ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു എലിമെൻ്റ് എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വി ക്യാൻ ഐട്രേറ്റ് ത്രൂ എ ലിസ്റ്റ് യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ഫോർ ഐറ്റം ഇൻ EX1 ഐറ്റം. നമുക്ക് ഐറ്റം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഐറ്റം എന്തായിരിക്കും? 0th എലിമെൻ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് 2ാമത്തെ എലിമെൻ്റ് ആയിരിക്കും. അങ്ങനെ. അപ്പോൾ നമുക്ക് ഐറ്റം ഇവിടെ പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് കൊടുത്താൽ അത് കാണാം. പ്രിൻ്റ് ഐറ്റം. ഇത്രയും കാര്യമാണ് പഠിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, ഈ ഫോർ ലൂപ്പിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതൊന്നുകൂടെ ഞാൻ പറയാം. പ്രിൻ്റ് ഐറ്റം എന്ന് മാത്രമല്ല, നമുക്ക് എന്തും ചെയ്യാം. ഐറ്റമിനെ കൊണ്ടിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യാം. എന്താണ് X ഈക്വൽ ടു ഐറ്റം എന്ന് കൊടുക്കാം. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? Y ഈസ് ഈക്വൽ ടു X ഈസ് ഈക്വൽ ടു ഐറ്റം പ്ലസ് ഐറ്റം, ഐറ്റം പ്ലസ് Y ഈസ് ഈക്വൽ ടു X പ്ലസ് ഐറ്റം എന്ന് കൊടുക്കാം. പലതും കൊടുക്കാം. പ്രിൻറ്റ് Y. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് ചെയ്യാം. എന്താ ചെയ്യുന്നതെന്ന് കിട്ടുന്നതെന്നൊന്ന് രസത്തിന് വേണ്ടി നോക്കാം. അപ്പോൾ ആദ്യം എന്ത് നടന്നു? അപ്പോൾ ഈ ലൂപ്പ് തീരുന്നെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതും കൂടെ കൊടുക്കാം. പ്രിൻറ്റ്. അല്ല, എന്താ സംഭവിക്കുന്നതെന്ന് പിടി കിട്ടത്തില്ലല്ലോ. ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് വന്നു? ഐറ്റം പ്രിൻ്റ് ചെയ്തു 10. പിന്നെ X ഈക്വൽ ടു ഐറ്റമാണ്. Y ഈക്വൽ ടു X ഈക്വൽ ടു ഐറ്റം അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ Y ഈക്വൽ ടു X പ്ലസ് ഐറ്റം എന്നും കൊടുക്കാം. അത് കഴിഞ്ഞ് പ്രിൻ്റ് Y കൊടുത്തു. ഒന്നുകൂടെ റൺ ചെയ്യാം. അപ്പോൾ ആദ്യം ഐറ്റം പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്, ആദ്യം നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ 10 വന്നു. പിന്നെ എന്താണ്? X 10 ആണ്. Y എന്താണ്? X പ്ലസ് ഐറ്റമാണ്. അപ്പോൾ 10 പ്ലസ് 10. പ്രിൻ്റ് Y എന്ന് പറഞ്ഞാൽ 20 വന്നു. പിന്നെ അടുത്ത ഐറ്റം എന്താണ്? 20 ആണ്. പിന്നെ അടുത്ത ഐറ്റം എന്താണ്? -3.4 ആണ്. -3.4 ആവും. അതിനെ നമുക്ക് എന്ത് കിട്ടി? ഒന്നുകൂടെ ഇത് ചെയ്തു, ആഡ് ചെയ്തു. അടുത്തത് 4. ഇനി ഏറ്റവും തമാശ ക്യാറ്റ് എന്നുള്ളതൊരു ഐറ്റമാണ്. അപ്പോൾ ക്യാറ്റ് ഐറ്റമായപ്പം എക്സിൻ്റെ വില എത്രയാണ്? ക്യാറ്റ്
വൈയുടെ വില എത്രയാണ്? ക്യാറ്റ് പ്ലസ് ക്യാറ്റ്. അപ്പോൾ ക്യാറ്റ് എന്ന് വരും. പ്രിൻ്റ് വൈ എന്ന് പറഞ്ഞപ്പോൾ ക്യാറ്റ് എന്ന് വന്നു. ഇത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞുതരാം. സെല്ല് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടൊക്കെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്കപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈസിങ് ആണ്. അപ്പോൾ സ്ലൈസിങ് എന്ന് നമ്മൾ EX1 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു എലിമെൻ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഉപയോഗിക്കാം. അതിന് പകരം നമുക്കൊരു കൂട്ടം എലിമെൻ്റ് ആക്സസ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് പ്രിൻ്റ് EX1 0:2 എന്ന് പറഞ്ഞാൽ 0th എലിമെൻറ്റും 0:3 കൊടുക്കാം. 0th എലിമെൻറ്റും ഫസ്റ്റ് എലിമെൻറ്റും സെക്കൻഡ് എലിമെൻറ്റും കൂടെ പ്രിൻ്റ് ചെയ്യും. will print elements from index 0 to index 3 but excluding index 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എലിമെൻറ്റ്സാണ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്? ഇൻഡെക്സ് 0 പ്രിൻ്റ് ചെയ്യും, 1 പ്രിൻ്റ് ചെയ്യും, ഇൻഡെക്സ് 1 പ്രിൻ്റ് ചെയ്യും, പിന്നെ ഇൻഡെക്സ് 2 കൂടെ പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം. 1020 - 3.4. ഇനി 0,4 എന്ന് കൊടുത്താലോ 3 വരെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഇതിനെ നമുക്ക് ജനറലായിട്ട് പറയാം. EX1 സ്റ്റാർട്ട് സ്റ്റോപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്യാൻ? will print elements from index start to index stop excluding index stop. ഉദാഹരണത്തിന് EX1 1:4 എന്ന് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ ഇൻഡെക്സ് 1 പ്രിൻ്റ് ചെയ്യും, ഇൻഡെക്സ് 2 പ്രിൻ്റ് ചെയ്യും, ഇൻഡെക്സ് 3 കൂടെ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് നോക്കാം. ഇത് കമൻറ്റ് ചെയ്യണം. ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ പൈത്തണിൽ ഹാഷ് ഇട്ടാൽ കമൻ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒന്നും അവൻ അറിയത്തില്ല. 20 ഇതുണ്ട ഇൻഡെക്സ് 1 പ്രിൻ്റ് ചെയ്തു, ഇൻഡെക്സ് 2 പ്രിൻ്റ് ചെയ്തു, ഇൻഡെക്സ് 3 കൂടെ പ്രിൻ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കാം ഓർക്കാൻ വേണ്ടിയിട്ട്. EX1 EX2 എന്നാക്കാം. EX2 = 10 20 30 40 50 66 77 8.3 9.950 minus 10.78. ഇതൊരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവത്തുള്ളൂ.
എന്തായിരിക്കും പ്രിൻ്റ് വരുന്നത്? പ്രിൻ്റ് ex2 2:5 എന്ത് വരും? ഇൻഡെക്സ് 2 മുതൽ ഇൻഡെക്സ് 5 വരെ എക്സ്ക്ലൂഡിങ് ഇൻഡെക്സ് 5 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? ഇൻഡെക്സ് 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 വരത്തില്ല. അപ്പോൾ ഇൻഡെക്സ് 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. 30, 40, 50 ആയിരിക്കും വരും. നമുക്ക് നോക്കാം. ഇനി ഇത് നിങ്ങൾ തന്നെ പറയണം. പ്രിൻ്റ് ex2 5:8 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ ഇതാണ് 66 ഉണ്ടാവും, 77 ഉണ്ടാവും, 8.3 ഉണ്ടാവും. ക്ലിയർ അല്ലേ? നമുക്ക് അതുകൂടെ നോക്കാം. റെഡിയാണ്. ഇനി സ്ലൈസിങ്ങിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് കൂടെ പറ്റും. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്. ഇവിടെ എന്താ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ will access elements from index start up to stop excluding stop with an increment of step. നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ വളരെ ക്ലിയർ ആവും. നമുക്ക് പ്രിൻ്റ് ex2 2 സ്റ്റാർട്ട് കൊടുക്കാം, സ്റ്റോപ്പ് നമുക്കൊരു 8 കൊടുക്കാം, കോളൻ സ്റ്റെപ്പ് 2 കൊടുക്കാം. എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 2 ഉണ്ടാവും, ഇൻഡെക്സ് 2 ഉണ്ടാവും, പിന്നെ 3 ഉണ്ടാവില്ല, 4 ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവുമോ? 8 ഉണ്ടാവത്തില്ല. എന്തുകൊണ്ടാണ്? എക്സ്ക്ലൂഡിങ് 8 ആണ്. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് പറയണം. 3:9:2 ആലോചിച്ച് നോക്കുക. പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് ex2 1:8:3 ഇതെന്തായിരിക്കും വരുന്നത്? പ്രിൻ്റ് കോളം കഴിഞ്ഞാൽ ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഞാനിത് റൺ ചെയ്യാം. ലാസ്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു. 1 കോളൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ എന്താണ് അവസാനം വരെയാണ്. നമ്മൾ ഒന്നാമത്തെ 20 മുതൽ അവസാനം വരെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇതെന്തായിരിക്കും? പ്രിൻ്റ് ex2
5 എന്ന് പറഞ്ഞാൽ 0th എലിമെൻ്റ് മുതൽ 5 വരെ. അപ്പോൾ സ്റ്റാർട്ട് ഇല്ല എങ്കിൽ 0th എലിമെൻ്റ് ആയിരിക്കും, സ്റ്റോപ്പ് ഇല്ല എങ്കിൽ ലാസ്റ്റ് എലിമെൻ്റ് ആയിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം എന്താണ് നമുക്ക് സമ്മറിയിൽ പറയാവുന്നത്? സ്ലൈസിങ്ങിൽ നമുക്കൊരു ലിസ്റ്റുണ്ട്, സേ EX2 ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. സ്റ്റാർട്ട് മുതൽ സ്റ്റോപ്പ് വരെ എക്സ്ക്ലൂഡിങ് സ്റ്റോപ്പ്. പക്ഷേ ഓരോ സമയത്തും സ്റ്റെപ്പായിട്ടായിരിക്കും നീങ്ങുന്നത്. സ്റ്റെപ്പ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ഇങ്ങനെ കൊടുത്താൽ സംഭവിക്കും, സ്റ്റാർട്ട് മുതൽ സ്റ്റോപ്പ് വരെ എക്സ്ക്ലൂഡിങ് സ്റ്റോപ്പ്. സ്റ്റെപ്പ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് സ്റ്റെപ്പ് 1 ആയിട്ട് എടുക്കും. ഇനി ഇങ്ങനെ കൊടുത്താലോ? സ്റ്റാർട്ട് മുതൽ തുടങ്ങും, പക്ഷേ തീരുന്നത് അവസാനം വരെയാണ്. ഇനി ഇതോ? 0 മുതൽ തുടങ്ങും, പക്ഷേ സ്റ്റോപ്പ് വരെ എക്സ്ക്ലൂഡിങ് സ്റ്റോപ്പ്. ഇത് കുറേ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതെല്ലാം വളരെ ലളിതമാണെന്ന് മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു.